ഇവിടെ കൊണ്ടുവന്ന് ഞാനിങ്ങനെ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ മോനെയൊന്നും ശരിയൊന്നും കൊണ്ട് ഈ കാശ് വാങ്ങിച്ച് അടിയും കൊടുത്തിട്ട് ഇയാളെ പുറത്തിറക്കി വിട്ടു. എല്ലാവിധ ഗൈഡ് ലൈൻസും സുപ്രീം കോടതി പോലും പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇപ്പം മരിച്ചുപോയ ഉദയകുമാറിന് കിട്ടിയിരിക്കുന്നത്. അത്യന്തം ക്രൂരമായ കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. മണക്കാട് നെടുങ്കാട് വാർഡിൽ കീഴാറന്നൂർ കുന്നുംപുറത്ത് കുരിശിയുടെ മകൻ ഉദയകുമാർ ഒരു നിമിത്തമാണ്. നിരപരാധികളുടെ കൊലയറകളായി മാറിക്കഴിഞ്ഞ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലൊന്നിൽ കാക്കി വേഷമിട്ട ചെന്നായ്ക്കൾ ഉരുട്ടിക്കൊന്ന ഈ 28-കാരൻ രാഷ്ട്രീയ പ്രബുദ്ധമെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൻ്റെ മനസ്സാക്ഷിക്ക് ഒരു സ്വയം പരിശോധനയ്ക്കാണ് നിമിത്തമാകേണ്ടത്. എന്താണ് ഉദയകുമാർ ചെയ്ത തെറ്റ്? കിള്ളിപ്പാലത്തെ ഒരു ആക്രിക്കടയിലെ ജോലിക്കാരനായിരുന്നു ഇയാൾ. അമ്മയ്ക്കും തനിക്കും വസ്ത്രങ്ങൾ വാങ്ങാൻ പോക്കറ്റിൽ 4000 രൂപയുമായി സെപ്റ്റംബർ 27-ാം തീയതി വീട്ടിൽ നിന്നിറങ്ങിയ ഉദയകുമാറിനെ ശ്രീകണ്ഠേശ്വരം പാർക്ക് പരിസരത്ത് നിന്നാണ് ഫോർട്ട് CIയുടെ ക്രൈം സ്ക്വാഡ് അധികൃതർ പിടികൂടുന്നത്. AR ക്യാമ്പിലെ ഒരു പോലീസുകാരനും ലോക്കൽ പോലീസിലെ 2 പേരുമാണ് ഈ സമയം സ്ക്വാഡിലുണ്ടായിരുന്നത്. പിന്നീട് അമ്മ പ്രഭാവതി കാണുന്നത് ഏകാശ്രയമായിരുന്ന മകൻ്റെ കരുവാളിച്ച മൃതദേഹമാണ്. ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത്? ഞാൻ അപ്പോൾ ഓണത്തിന് ഡ്രസ്സ് എടുത്തില്ല. അപ്പോൾ ഓണത്തിന് ഡ്രസ്സ് എടുക്കാനാണ് ഈ കുട്ടി ഇതെല്ലാം എണ്ണി പറക്കുന്നത്. അപ്പോൾ ഏറ്റവും വലുതൊരു പായസപ്പൊതിയായി. അപ്പോൾ ഓണത്തിന് തന്നെ എനിക്ക് വയ്യാത്തന്നെ ഞാൻ സാമിയാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ അട എല്ലാം വാങ്ങിക്കുക. അപ്പോൾ എനിക്ക് പിറ്റേന്ന് പോകേണ്ട അവധിയായിരുന്നു. എല്ലാം വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടെ ശരി. അപ്പം പതിവില്ലാതെ ഞാനിതുപോലെ എനിക്ക് 7 മണിക്ക് പോകണം. ഞാനും ഓടി വന്ന് എന്തോ കാലൻ അടിച്ചതോ മാടടിച്ചതോ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞാനിങ്ങനെ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ മോനെയൊന്നും ശരിയൊന്നും കൊണ്ട് ഇവിടെ ഒന്ന് 6 മണിയായപ്പോൾ അമ്മ അങ്ങ് ഇറങ്ങി. മേശയുടെ താക്കോലുണ്ട്, തിരിച്ചെടുക്കാറുണ്ട്, എപ്പോഴും അതുള്ളത്. ശരി, തിരിച്ചത് കഴിഞ്ഞ് ഞാനും ജോലി കഴിഞ്ഞിട്ട് ഇവിടെ 5 മണിയാകുമ്പോൾ ഞാൻ ഇവിടെ വരും. വന്ന് ഞാൻ രാവിലെ വയ്ക്കുന്നതിന് പിന്നെ വന്ന് വയ്ക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നനയ്ക്കാൻ കാണും, എന്തെങ്കിലുമൊക്കെ കാണും. ഒരു വീടല്ലേ. എല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി 7 മണിയായപ്പോൾ ഇതുപോലെ ഞാൻ ഇവിടെ വന്നിരിക്കും. ഇരുന്നപ്പോൾ എനിക്കൊരു നെഞ്ച് വെപ്പാളം എന്തോ എനിക്ക് പതിവില്ല നെഞ്ച് വെപ്പാളം എടുക്കണം എന്തെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ എണിച്ച് ഇവിടെ നിന്ന് ഒരു കുത്തുവരും വെള്ളം എടുത്ത് ഇങ്ങനെ കുടിച്ചപ്പം വെള്ളം ഒന്നും ഇറങ്ങണില്ല. ആ വെള്ളത്തിനെ വീണ്ടും കൊണ്ട് ഞാൻ തുപ്പിയിട്ട് വീണ്ടും ഇരുന്നപ്പോൾ എനിക്ക് നെഞ്ച് വെപ്പാളം തന്നെ എന്തോ എനിക്ക് തന്നെ അറിഞ്ഞൂടെ എന്തെങ്കിലും സംഭവിച്ച എൻ്റെ കുട്ടി അടുത്തില്ലല്ലോ. ഇല്ലെന്ന് എന്നും അപ്പുറത്തൊക്കെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ ചെന്ന് കളിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. അന്ന് ആ കുട്ടിയെ അങ്ങോട്ട് പോവേ ഒന്നും ചെയ്തില്ല. വീണ്ടും ഇരുന്നിട്ട് അത് കഴിഞ്ഞ് 8 8:30 9 10 എന്നിട്ട് എൻ്റെ കുട്ടിയെ കണ്ടില്ല. ഇവിടെ ഞാൻ ഈ പായും 2 തലയൊന്നും എടുത്ത് ഇവിടെ വച്ചിട്ട് അതിന് വെള്ളം മെയിനായിട്ട് ഇവിടെ ഒരു കുപ്പി വെള്ളവും കൊണ്ട് വെച്ചിട്ട് ഞാൻ വെച്ച് ഞാനും കട്ടിലേ ഇരുന്ന് 5 മണിയാകുമ്പോൾ നേരം നോക്കുമ്പോൾ 5 മണിക്ക് വിചാരിച്ച് ലൈറ്റ് ഇടാതെ ഓടി വന്ന് വാതിൽ ഇറക്കുന്നു. ആ വച്ച സാധനമെല്ലാം അങ്ങനെ അടിക്കുന്നു. ഇവിടെ 2:30 മണിയായപ്പോൾ എൻ്റെ കുട്ടിയെ കൊന്നവർ ഒതുക്കി വെച്ചിട്ട് 2:30 മണിയായപ്പോൾ ഇവിടെ 2 പേര് വന്നു. അറസ്റ്റ് ചെയ്ത ഉദയകുമാറിനെ മോഷണക്കേസിൽ പ്രതിയായ സുരേഷിനൊപ്പമാണ് സ്റ്റേഷനിലെത്തിച്ചത്. തുടർന്ന് ഉദയകുമാറിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന 4000 രൂപ പിടിച്ചെടുത്ത പോലീസുകാർ ഉദയകുമാറിനോട് പോകാൻ പറഞ്ഞു. എന്നാൽ
രാപകൽ അധ്വാനിച്ച് താനുണ്ടാക്കിയ പണം കിട്ടാതെ പോകില്ലെന്ന് ഉദയകുമാർ പറഞ്ഞു. അപ്പോൾ ഇയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേഷനിൽ അന്വേഷണം അറിയാൻ കഴിഞ്ഞ് ഇയാളെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ കക്ഷി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കാശ് വാങ്ങിച്ച് അടിയും കൊടുത്തിട്ട് ഇയാളെ പുറത്തിറക്കി വിട്ടു. പുറത്തിറക്കി വിട്ട് അയാൾ വീണ്ടും ഇയാൾ അധ്വാനിച്ച കാശാണ്. അപ്പോൾ അയാൾ മോഷ്ടിക്കുകയെല്ലാം ചെയ്യുന്നെങ്കിൽ നഷ്ടപ്പെട്ട് പോട്ടെന്ന് വിചാരിക്കണം. ഇയാൾ അധ്വാനിച്ച കാശ് കൊണ്ട് വീണ്ടും കാശിന് വേണ്ടി സ്റ്റേഷനിൽ കയറിയപ്പോഴത്തേക്കും കാശ് തരാൻ വേണ്ടി തിരിച്ചു പിടിച്ച് ഭീകരമായി മർദ്ദിക്കുക. സിയുടെ റൂമിനടുത്താണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് ഫോർട്ട് സിഐയുടെ മുറിക്കടുത്തുള്ള മുറിയിൽ പോലീസുകാർ ഉദയകുമാറിന് നേരെ അഴിച്ചുവിട്ടത് പൈശാചികമായ മർദ്ദനമുറകളാണ്. മർദ്ദനത്തിൻ്റെ പാരമ്യത്തിൽ GI പൈപ്പ് ഉപയോഗിച്ച് ഇവർ നിരപരാധിയായ ഈ ചെറുപ്പക്കാരനെ ദേഹമാസകലം ഉരുട്ടി. ഉരുട്ടലിൽ ഉദയകുമാറിൻ്റെ തുടയിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ക്ഷതത്തിൽ രക്തധമനികൾ അടഞ്ഞുപോയി. ശരീരത്തിൻ്റെ പല ഭാഗത്തും ബൂട്ടിൻ്റെയും ലാത്തിയുടെയും പാടുള്ളതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. പോലീസ് ഇവിടെ ഒന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് ആദ്യമായിട്ട് മെഡിക്കൽ കോളേജിൽ എത്തുന്ന ആൾ ഞാനാണ്. അപ്പോൾ ബോഡി അവിടെ ഇങ്ങനെ മോർച്ചറി ഫ്രണ്ടിലും കിടത്തിയിട്ടുണ്ട്. ബോഡി കാണുന്ന ഏതൊരാൾക്കും തന്നെ അത് വളരെ വ്യക്തമായി അറിയാൻ കഴിയും അതൊരു ഭീകരമായി മർദ്ദിച്ചു കൊന്നാണെന്നുള്ളത്. അത് MBBS പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം അത് കാണുമ്പം തന്നെ ആഡിയോ ഒക്കെ ഫസ്റ്റ് സാക്ഷി മൊഴി കൊടുത്തത് ഞാനാണ്. ഈ രണ്ട് തുടയിലും എന്തുകൊണ്ട് ശക്തമായി ഉരുട്ടിയതിൻ്റെ പാട് വളരെ വ്യക്തമായി കാണാം. അതെന്ന് വെച്ചാൽ കരുവാളിച്ച് നീലിച്ചിങ്ങനെ വണ്ണിച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇടത് കാൽഭാഗത്തിൽ എന്തോ വെച്ച് അടിച്ചതായിട്ടുമുണ്ട്. കുറുക്കിൻ്റെ ഈ നട്ടലിൻ്റെ ഭാഗത്തായിട്ട് എന്തോ വെച്ച് ഇടിച്ച് പൊട്ടിയിട്ടുണ്ട് അവിടെ ആ ഭാഗത്ത്. അത് വളരെ ഒരു സാധാരണ മനുഷ്യൻ കണ്ടു കഴിഞ്ഞാൽ വളരെ ഭീകരമായി മർദ്ദിച്ച് ആ മർദ്ദനം മൂലം മരിച്ചതാണെന്നുള്ള വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നതാണ്. ഡോക്ടർമാരുടെ ആഡിയോ വന്നിട്ട് മെഡിക്കൽ ടീമിന് വെച്ചിട്ടാണ് അത് പിന്നെ വീഡിയോ കവറേജ് നടത്തിയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ളത്. അത് പോസ്റ്റ്മോർട്ടത്തിൻ്റെ അന്ന് തന്നെ പിറ്റേ ദിവസം റിപ്പോർട്ട് വന്നു വളരെ ഭീകരമായിട്ട് മർദ്ദിച്ചതിൻ്റെ ആഘാതത്തിൽ ഇൻറ്റേണലായിട്ട് അയാളെ ഞരമ്പെന്തോ പൊട്ടിപ്പോയി. അല്ല, പോലീസുകാർ എന്താണ് കാരണമെന്ന് പറയുന്നില്ലല്ലോ. സാധാരണക്കാരൻ്റെ അടുത്ത് പോലീസുകാർ ഒരു റീസണും പറയുന്നില്ല. നാട്ടുകാർ ഞങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ പിന്നെ ഈ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് സമീപത്ത് ഒരു പാർക്കിലിരിക്കുകയായിരുന്നു. ഇയാളെ കൂടെ വേറൊരു കക്ഷിയിട്ടുണ്ടായിരുന്നു. പോലീസ് സംശയകരമായ സാഹചര്യത്തിൽ പിടിച്ചപ്പോഴത്തേക്കും മറ്റേ അയാളൊരു ക്രിമിനലായിരുന്നു. ഇയാളവിടെ നിലവിൽ കേസൊന്നുമില്ല. ഈ ഇയാളെ കുറച്ച് കാശുണ്ടായിരുന്നു. ഈ കാശെന്ന് പറയുന്നത് 4000 രൂപയാണ്. 4000 രൂപ ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ എമൗണ്ടാണ്. ആരാണ് ഇതിനൊക്കെ ഉത്തരവാദികൾ? ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. ഏറ്റവും അടുത്തവരെ പോലും ഈ വിവരം അറിയിക്കാൻ ഉദയകുമാറിനെ പോലീസുകാർ അനുവദിച്ചില്ല. മറ്റൊരുപാട് ഒഫൻസാണിതെല്ലാം. ഒരു പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നീ എന്ത് കുറ്റം ചെയ്തു എന്ന് അറിയിക്കുക, അത് അറിയാനുള്ള ധാർമ്മികമായ അവകാശം പ്രതിക്കുണ്ട്. ആ പ്രതിക്കൊരു അവകാശം ലംഘനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. പ്രതിക്ക് അയാളുടെ വീട്ടുകാരെ അറിയിക്കണം, അയാൾക്കൊരു അഭിഭാഷകൻ അല്ലെങ്കിൽ അഭിഭാഷകൻ ഉണ്ടെങ്കിൽ അവരെ അറിയിക്കണം, വേണ്ടപ്പെട്ട ആൾക്കാരെ അറിയിക്കണം. ഇങ്ങനെയൊക്കെയുള്ള സാമാന്യം നമ്മൾ പാലിക്കേണ്ട, പോലീസ് പാലിക്കേണ്ട എല്ലാവിധ ഗൈഡ് ലൈൻസും സുപ്രീം കോടതി പോലും പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസുകളെല്ലാം അറസ്റ്റ് ചെയ്യപ്പോൾ പാലിക്കേണ്ട നിയമവ്യവസ്ഥകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇപ്പം മരിച്ചുപോയ ഉദയകുമാറിന് കിട്ടിയിരിക്കുന്നത്. നിരാശ്രയയും നിസ്സഹായയുമായ ഉദയകുമാറിൻ്റെ അമ്മയെ മരണവാർത്ത അറിയിക്കാനെത്തിയ പോലീസ് ഏമാന്മാരും അവരെ വിരട്ടിയും തെറ്റിദ്ധരിപ്പിച്ചും കേസ് തേച്ചു മായ്ക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. ഇപ്പോൾ 2 പോലീസുകാരെ മാത്രം പ്രതികളാക്കി പലരെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ക്രമസമാധാന പാലകർ. വീട്ടിൽ ആരുണ്ടെന്ന് ചോദിച്ചു. ഞാനും മോനേ ഉള്ളെന്ന് പറഞ്ഞു. വേറെ ആരും ഇല്ല. അപ്പം ഞാൻ കേട്ട് എന്ത് അത് ഉദയകുമാറിനെ അടിച്ച് മോശിക്കുന്നു. ഇതാണ് ഒരു അമ്മയുടെ അടുത്തെന്ന് പറയാനുള്ളത്. ഇല്ലെന്ന് ടീച്ചർ ഇറങ്ങി ചോദിച്ചല്ല. ജഗതിയിൽ ഇല്ലെന്ന് ഒരു ടീച്ചർ ഇറങ്ങി ചോദിക്കുന്നു എന്തോന്ന് എന്നിട്ടപ്പോൾ അവരെ ഇങ്ങോട്ട് ഇറക്കി വിട്ടാൽ മതി. ഇതാണ് മര്യാദ കാണിക്കുന്നത് ഒരു പോലീസ് എന്ന് പറഞ്ഞിട്ട്. തൊപ്പി വെച്ചെന്ന് പറഞ്ഞാൽ ഒരു പോലീസാവുക. ഇവിടെ നിന്നും കൊണ്ടുപോയ ഡെഡ് ബോഡി കാഷ്വാലിറ്റിയിൽ എൻട്രി പോലും ചെയ്യാതെ നേരെ മോർച്ചറിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഈ സംബന്ധമായി ഞാനിന്നിവിടെ എത്തിയപ്പോൾ CIയുമായി സംസാരിച്ചു. CIയുമായി സംസാരിച്ചപ്പോൾ ഉദയൻ എന്ന ആളിനെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളത് സമ്മതിച്ചു. അയാൾ മരിച്ചു എന്നുള്ളതും സമ്മതിച്ചു. പക്ഷേ അത് അയാൾക്കുള്ള അക്യൂട്ട് ആസ്മ മുഖാന്തരം അത് കാരണമാണ് മരണകാരണമെന്നാണ് CI പറഞ്ഞത്. 30 വർഷങ്ങൾക്കു ശേഷമാണ് കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാളെ ഉരുട്ടിക്കൊല്ലുന്നത്. 30 വർഷം മുമ്പ് കക്കയം ക്യാമ്പിൽ ഇതേ രീതിയിൽ രാജനെ കൊന്നത് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചാ വിഷയമായിരുന്നു.
ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തിൻ്റെ പിറ്റേ ദിവസമാണ് ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്നത് എന്നത് വെറുമൊരു യാദൃച്ഛികത മാത്രമാവാൻ വഴിയില്ല. അന്നു ഭരിച്ചിരുന്നവരുടെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. രാജൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായിരുന്നവരും അതിനെ ചോദ്യം ചെയ്തവരും ഇപ്പോൾ ഒരേ ചേരിയിലാണ്. രണ്ടു കൂട്ടരും ഉദയകുമാറിൻ്റെ കൊലപാതകത്തിൽ യഥാവിധി കണ്ണീരൊഴുക്കുന്നുമുണ്ട്. മറുചേരിയിലായ UDF ആകട്ടെ 4.5 വർഷക്കാലത്തെ ഭരണം കൊണ്ട് 77 കസ്റ്റഡി മരണങ്ങളാണ് പ്രബുദ്ധ കേരളത്തിന് സംഭാവന ചെയ്തത്. അമ്മയുടെ മുന്നിൽ നിന്ന് പോയ മകനെയാണ് ഒരു കേസുമില്ലാത്ത ആ ചെറുപ്പക്കാരനെ ലോക്കപ്പിൽ വെച്ച് കൊന്ന് അമ്മയ്ക്ക് ശവം തിരിച്ചു കിട്ടുന്നത്. ഇത് കേരളത്തിൽ ഒരു തരത്തിലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ്. അത്യന്തം ക്രൂരമായ കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കൊല നടത്തിയവർ ആളുകളെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട പോലീസുകാരാണ്. ഇതിനുത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരായാലും പോലീസുകാരായാലും അവർ രക്ഷപ്പെട്ടുകൂടാ. ഇത്തരം കേസുകളിൽ അവരെ രക്ഷപ്പെടുത്താൻ പല ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കാറുണ്ട്. അത് കണ്ടുകൊണ്ട് തന്നെ ഈ കേസിൽ നല്ല പ്രാപ്തരായ ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചുകൊണ്ട് അന്വേഷിക്കണം. അന്വേഷിക്കുക എന്നൊരാവശ്യകതയില്ലാത്തതാണ്. വ്യക്തമായിട്ടറിയാം ആരാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അവരെ രക്ഷപ്പെടാൻ അനുവദിക്കാത്ത തരത്തിൽ കേസ് ചാർജ് ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം അതിന് പറ്റിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കണം. ഇവിടെ ഒരു കുടുംബത്തിൻ്റെ ആധാരത്തെ ആണ് ഇല്ലാതാക്കിയത്. ഇന്ന് കാക്കിക്കുള്ളിലെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ലോക്കൽ ബോഡീസ് ഇലക്ഷനൊക്കെ പഴയകാല സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തിയവർ അവരുടെ മൂക്കിൻ്റെ താഴെ ഇതുപോലത്തെ സംഭവങ്ങൾ കണ്ടില്ല നടിക്കുകയാണ്. ഇപ്പോഴും ഇതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. അതിപ്പോൾ ഒരു കേസല്ലല്ലോ ഇത്. ഈ കസ്റ്റോഡിയൽ ഡെത്ത് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പേടിച്ചു പോകുന്ന ഒരു അവസരമായിട്ട് വരികയാണ്. ഇപ്പോൾ ആരെ കസ്റ്റഡിയിൽ എടുക്കുക, അങ്ങോട്ട് ഇറങ്ങി പോകുന്ന ഞങ്ങളെ ഇപ്പം കസ്റ്റഡിയിൽ എടുക്കത്തില്ല എന്നെന്താ ഉറപ്പുള്ളത്? ഒരു ഉറപ്പുമില്ല. ഇന്ന് കേരളത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെടാൻ അയാളൊരു സാമൂഹ്യ വിരുദ്ധനാവണമെന്നില്ല. ഭരണകൂടത്തിൻ്റെ അനീതികൾക്കെതിരെ ആയുധമോ തൂലികയോ ചലിപ്പിക്കണമെന്നില്ല. പെറ്റമ്മയ്ക്ക് വസ്ത്രം വാങ്ങാനും കപ്പലണ്ടി വാങ്ങാൻ കടയിലേക്ക് പോകാനും വഴിയിലിറങ്ങുന്ന ഏതൊരു അരാഷ്ട്രീയവാദിയെപ്പോലും കാത്ത് പോലീസിലെ ക്രിമിനലുകൾ പതുങ്ങിയിരിക്കുന്നുണ്ട്. നമ്മളിൽ ഓരോരുത്തരും അവരുടെ ഇരയാകാനുള്ള സാധ്യത അത്രത്തോളം എത്തിയിട്ടുണ്ട്. 30 വർഷം മുമ്പുള്ള ഉരുട്ടിക്കൊലപാതകത്തിൽ നിന്ന് 2005 ഉരുട്ടിക്കൊലപാതകത്തിലെത്തുമ്പോൾ രാഷ്ട്രീയ കേരളത്തിന് അഭിമാനിക്കാവുന്ന സംഗതി. കേരള പോലീസിലെ ക്രിമിനൽ വൽക്കരണം ഭയാനകമായ അവസ്ഥയിലാണ്. ഇപ്പോൾ ആരോപണ വിധേയമായിരിക്കുന്ന തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനും പോലീസുകാരും മർദ്ദനമുറകളുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും ഇരുണ്ട ചരിത്രം കൊണ്ട് കുപ്രസിദ്ധമാണ്. ഈ ഫോർട്ട് സ്റ്റേഷനിലെ CIയുടെ സ്ക്വാഡിലുള്ള ജിത്തൻ എന്ന് പറയുന്ന അയാളെക്കുറിച്ച് നേരത്തെയും വളരെയധികം കംപ്ലൈൻ്റ് ഉള്ളതാണ്. അപ്പം ഈ പൈസ ഞങ്ങൾക്ക് അവസാനം അറിയാം. മർദ്ദിച്ചാൽ ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ ഇയാളെ പരാതിയുണ്ട്, കേസ് നടക്കുകയാണ്. പ്രത്യേകിച്ച് ഫോർട്ട് പോലീസ് സ്റ്റേഷനെ കുറിച്ച് പല വിഷ്വൽ മീഡിയാസിൽ തന്നെ നിരവധി വാർത്തകൾ മുമ്പ് വന്നിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടപ്പെട്ടവർ തയ്യാറായില്ല. അതിൻ്റെ ഫലമാണ് വിലപ്പെട്ടൊരു ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായത്. പക്ഷേ ആ സംഭവം ഉണ്ടായിട്ട് പോലും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിഞ്ഞില്ല. കുറ്റക്കാരായിട്ടുള്ള പോലീസുകാർ കീഴടങ്ങുന്നവരെ കാത്തിരിക്കുകയാണ്. ഇതൊരു വല്ലാത്തൊരു പോലീസ് നയമാണ്. ആ കൊന്നവൻ്റെ അമ്മയ്ക്കും എൻ്റെ അമ്മ ഞാനുമായിട്ട് യാതൊരു അമ്മമാരൊക്കെ യാതൊരു വ്യത്യാസമില്ല. എല്ലാം ഒരു അമ്മയാണ്. റോട്ടിൽ കിടക്കുന്ന ഒരു കുളുവത്തിയായാലും അതിലൊരു കുട്ടിയുണ്ടെന്നും അതും ഒരു അമ്മയാണ്. അമ്മയെന്ന് പറഞ്ഞാൽ യാതൊരു വ്യത്യാസവും വരില്ല ആൾക്ക്.
മോർച്ചറി ഇരിക്കുന്നപ്പോൾ ഇവിടെ ഒരു ഇഷ്ടം നീ ഈ വേലയ്ക്ക് എന്നെ വിളിക്കാൻ വന്നെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർക്കും ടീച്ചർമാരെല്ലാം കൂടെ പിടിച്ചങ്ങ് അകത്ത് കൊണ്ടുപോയി വീണ്ടും അവർ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് കൊണ്ടുവരണേ ഇല്ലെന്ന് എൻ്റെ കുട്ടി ഇത്രയും യോഗ കാണിച്ചിട്ട് വെള്ളം കൊടുത്ത് ഒരു പയ്യൻ വെള്ളം എടുത്ത് ഇത്തിരി വെള്ളം കൊടുത്ത് കളയാത്തത് എൻ്റെ കുട്ടി ഏതായാലും ഇവർ കൊന്നു, വെള്ളം കൊടുത്ത് ഇവർ കൊന്നു കളയാത്തത്. അതുകൊണ്ട് ഇനി ലോകത്ത് ഇനി ഒരമ്മയ്ക്കും ഈ ദുഃഖം കൊടുക്കുകയും ചെയ്ത് അതിനുള്ള നടപടി ചെയ്തില്ല. അവനെ ജയിലിടിഞ്ഞാലും അവൻ പുറത്ത് വരില്ല. അവൻ ഓരോരുത്തരെ കൊണ്ടുവന്ന് മുള വരച്ച് പെരട്ടാക്കാൻ കഷത്ത് അങ്ങ് ഇഞ്ഞുമുള്ള എന്തൊരു കൊല. യാതൊരു കുറ്റത്തിനും ഒരാളിന് ഒരു ശിക്ഷയുണ്ട്. കുട്ടിയൊക്കെ ഒരു കുടുംബം കാണൂലേ, ഒരു ചെറിയ മാടമെങ്കിലും കാണും അവരൊക്കെ, വലിയ കൊട്ടാരം ഇല്ലെങ്കിലും. ഒരു കുട്ടിയിൽ ഞാൻ വലിയ പ്രതീക്ഷയല്ല, ആ പ്രതീക്ഷ എല്ലാം തരും. എൻ്റെ കുട്ടി അത്രയ്ക്ക് എന്തോന്ന് കൊല അവർ വരണമല്ല, വെട്ടിയിട്ടിട്ട് അവർ വരണം, കൊള്ളയടിച്ചിട്ട് അവർ ഇറങ്ങി വന്നു. എൻ്റെ കുട്ടി കൊല ചെയ്താ? ഇല്ലമ്മേ, ഇവർക്കറിയില്ല. പോലീസ് പണിയെന്നാൽ കൊടിവച്ച കാറിൽ പറക്കുന്ന മന്ത്രിക്ക് അകമ്പടി സേവിക്കലും കാട്ടുകള്ളന്മാരിൽ നിന്ന് പടിവാങ്ങലും നിരപരാധികളുടെ നെഞ്ചത്തു കയറി വേതാള നൃത്തമാടലുമാണെന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ഒരു പോലീസുകാരനും ഈ അമ്മമാരുടെ ദുഃഖം മനസ്സിലാവില്ല. മനുഷ്യാവകാശമെന്നാൽ ചുക്കോ ചുണ്ണാമ്പോ എന്നു തിരിച്ചറിവില്ലാത്ത ഒരു പോലീസുകാരനെങ്കിലും പോലീസ് സേനയിൽ അവശേഷിക്കുന്നിടത്തോളം കാലം ഇത്തരം പ്രതിഷേധങ്ങൾ വനരോധനമായി അവസാനിക്കും. ഈ എപ്പിസോഡ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേസിലെ 2 പ്രതികൾ കീഴടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ അറസ്റ്റുകളും ഉണ്ടായേക്കും. നിരാശ്രയയായ ഈ അമ്മയ്ക്ക് അതിവേഗ മുഖ്യമന്ത്രി സമാശ്വാസ നടപടികളും പ്രഖ്യാപിച്ചേക്കും. അടുത്ത കസ്റ്റഡി മരണം വരെയുള്ള ഇടവേള നിറയ്ക്കാൻ ഇത്രയൊക്കെ തന്നെ ധാരാളമാണെന്ന് ഇവർക്കറിയാം. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഈശ്വരവാര്യരുടെ തീരാവേദനയും കണ്ണീരും പ്രഭാവതി അമ്മ ഏറ്റുവാങ്ങട്ടെ. മക്കളെ കണ്ട് കൊതി തീരാത്ത കേരളത്തിലെ എല്ലാ അമ്മമാരും കരുതിയിരിക്കട്ടെ. ഞങ്ങൾ ഈ എപ്പിസോഡ് ചെയ്തവസാനിപ്പിച്ചതായിരുന്നു. അപ്പോൾ വരുന്നു പേട്ട CI തമ്പി എസ് ദുർഗാദത്തിന്റെ വക പരാക്രമങ്ങളുടെ റിപ്പോർട്ട്. ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന പോലീസ് സുഹൃത്തുക്കളെ മാധ്യമപ്രവർത്തകരുടെ ക്യാമറ കണ്ണുകളിൽ നിന്ന് ഒളിപ്പിച്ചു നിർത്താൻ അദ്ദേഹം സംവിധാനം ചെയ്ത നാടകം കോടതി പരിസരത്ത് സംഘർഷം സൃഷ്ടിച്ചു. മാധ്യമപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ പ്രതികളെ രംഗത്തിറക്കിയ ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിവൈഭവം പക്ഷെ അല്പം പിഴച്ചു. യഥാർത്ഥ പ്രതികളെ തിരിച്ചറിഞ്ഞ മാധ്യമപ്രവർത്തകർ അവരുടെ ദൃശ്യം പകർത്താൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചു. പോലീസിന്റെ നടപടിയിൽ രോഷാകുലരായ നാട്ടുകാർ വ്യാജപ്രതിയെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. കുറ്റവാളികളെ സംരക്ഷിക്കാൻ ഒരുക്കിയ നാടകത്തിൻ്റെ ഭാവനയും ബുദ്ധിയും കേസന്വേഷണങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ എന്നേ സമാധാനം പുലർന്നേനെ. ഇവരൊക്കെയാണ് പോലീസിനെ നയിക്കുന്നതെങ്കിൽ കസ്റ്റഡിയിൽ മരിച്ച ഉദയകുമാറിൻ്റെ അമ്മയെപ്പോലുള്ളവരുടെ കണ്ണീർ ഒടുങ്ങില്ല.